السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കുടുംബത്തോട് സ്വർഗത്തിലേക്ക് എന്ന വിശാലമായ തലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിഷയ സംബന്ധമായാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് വളരെ ഗൗരവമേറിയ ചില കാര്യങ്ങൾ മാത്രം സംസാരിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന, അവൻ്റെ മാലാഖമാരുടെ പ്രാർത്ഥനകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വളരെ മൗലികമായൊരു സദസ്സിലാണ് ഇരിക്കുന്നത് എന്ന ബോധത്തോടുകൂടി കഴിയുന്നതുവരെ കേൾക്കുകയും ശ്രദ്ധിക്കുകയും ഉൾക്കൊള്ളുകയും വേണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനിവാര്യമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വ്യക്തിജീവിതവും അവൻ്റെ കുടുംബജീവിതവും അവൻ്റെ സാമൂഹ്യ ജീവിതവുമെല്ലാം വിശുദ്ധ ഖുർആനിൻ്റെയും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളുടെയും അടിസ്ഥാനത്തിൽ പാകപ്പെടുത്തുക, ക്രമപ്പെടുത്തുക എന്നത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. ജീവിതത്തിൽ നമ്മളെല്ലാം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ വ്യക്തി ജീവിതത്തിലും എൻ്റെ കുടുംബ ജീവിതത്തിലും എൻ്റെ സാമൂഹ്യ ജീവിതത്തിലും എനിക്ക് സ്വസ്ഥത വേണം, എനിക്ക് സമാധാനം വേണം. ഏത് വലിയ വലിയ കൊട്ടാരങ്ങളിൽ ജീവിക്കുന്ന പണക്കാരനും ഏത് ചെറിയ കുടിലിൽ ജീവിക്കുന്ന പണിക്കാരനും ഒരേ രൂപത്തിൽ ആഗ്രഹിക്കുന്ന ഒന്നാണ് സമാധാനം. സമാധാനത്തിൻ്റെ പേരിൽ ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന 1000 കുടുംബങ്ങൾക്ക് മുന്നിലാണ്, കുടുംബങ്ങൾക്കിടയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ സമാധാനമില്ല, എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ സ്വസ്ഥതയില്ല, എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ ആഹ്ലാദങ്ങളില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരും ഒന്നിച്ച് കളിക്കുമ്പോൾ, അവരുമായി സംസാരിക്കുമ്പോൾ, ഞാൻ സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവിടെ എനിക്ക് സന്തോഷമുണ്ട്, അവിടെ എനിക്ക് സമാധാനമുണ്ട്, അവിടെ എനിക്ക് ആഹ്ലാദമുണ്ട്. മറിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ എനിക്ക് സമാധാനമില്ല.
അവിടെ എനിക്ക് സ്വസ്ഥതയില്ല, അവിടെ എനിക്ക് ആഹ്ലാദങ്ങളില്ല, അവിടെ എനിക്ക് കണ്ണിറയുന്ന അതല്ലെങ്കിൽ സന്തോഷം തരുന്ന ഒരു കാര്യങ്ങളുമില്ല എന്ന് പറയുന്ന ഒരു സമൂഹത്തിനിടയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഇങ്ങനെയുള്ള താളപ്പിഴവുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, ഛിന്നതകളും ഭിന്നതകളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു? വളരെ ഗൗരവത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം പലതവണ ഞാൻ ആവർത്തിച്ചു പറഞ്ഞൊരു ചരിത്രമാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിലേക്ക് ഒരു പിതാവ് കടന്നു വരികയാണ്. ആ പിതാവ് കടന്നു വന്നുകൊണ്ട് തന്റെ മകനെപ്പറ്റി ഒരുപാട് പരാതികൾ പറഞ്ഞു. എൻ്റെ മകൻ എന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ മകൻ എന്നെ ആദരിക്കുന്നില്ല, എൻ്റെ മകൻ എന്നെ ബഹുമാനിക്കുന്നില്ല, എൻ്റെ മകൻ എന്നെ പരിഗണിക്കേണ്ട രൂപത്തിൽ പരിഗണിക്കുന്നില്ല എന്നിത്യാദി പരാതികൾ പറഞ്ഞു. ഈ പരാതികളൊക്കെ കേട്ട ഉടനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ നിങ്ങളെ ധിക്കരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മകനെ എന്റെ മുന്നിൽ നിങ്ങളൊന്ന് ഹാജരാക്കണം. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിലേക്ക് ഈ മകനെ കൊണ്ടുവരികയാണ്. മകനോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോനെ, വാപ്പ നിന്നെ പറ്റി പറയണു, നീ ഒന്നും പറയുന്നത് കേൾക്കുന്നില്ല, ഒന്നും അനുസരിക്കുന്നില്ല, വാപ്പാനെ സ്നേഹിക്കുന്നില്ല, വാപ്പാനെ ബഹുമാനിക്കുന്നില്ല എന്നിത്യാദി പരാതികൾ നിന്റെ വാപ്പ പറയുന്നുണ്ട്, ശരിയാണോ എന്ന് ചോദിച്ചു. ഉടനെ ഈ മകൻ പറയാൻ, അല്ല അമീറുൽ മുഅ്മിനീൻ, എനിക്ക് വളരെ ഗൗരവത്തിലുള്ള ഒരു ചോദ്യം അങ്ങയോട് ചോദിക്കാനുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, എന്ത് ചോദ്യമാണെങ്കിലും മോൻ എന്നോട് ചോദിക്കാം. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ കുഞ്ഞു മകൻ ചോദിക്കാൻ, അല്ല അമീറുൽ മുഅ്മിനീൻ, മാതാപിതാക്കൾക്ക് മക്കൾ ചെയ്തു കൊടുക്കേണ്ട ബാധ്യത മാത്രമേ ഇസ്ലാം പഠിപ്പിക്കുന്നുള്ളൂ? ശ്രദ്ധിക്കണേ, മാതാപിതാക്കൾക്ക് മക്കൾ ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകൾ മാത്രമേ ഇസ്ലാം പഠിപ്പിക്കുന്നുള്ളൂ? മാതാപിതാക്കൾ മക്കളോട് ചെയ്യേണ്ട ഒരു ബാധ്യത ഇസ്ലാം പഠിപ്പിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഉടനെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, രണ്ടും പഠിപ്പിക്കുന്നുണ്ട്. മാതാപിതാക്കൾ മക്കളോട് ചെയ്യേണ്ട കടമകളും മക്കൾ മാതാപിതാക്കളോട് ചെയ്യേണ്ട കടമകളും വളരെ സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരു മഹാവേദഗ്രന്ഥത്തിന്റെ അനുയായികളാണ് നമ്മൾ എന്ന് കൃത്യമായി ഉമർ റളിയല്ലാഹു അൻഹു ബോധ്യപ്പെടുത്തി കൊടുത്തു. ആ ഉടനെ ഈ മകൻ പറയാൻ, എങ്കിൽ അമീറുൽ മുഅ്മിനീൻ, മാതാപിതാക്കൾ മക്കളോട് ചെയ്യേണ്ട ബാധ്യതകൾ എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞെടുക്കാൻ, ഒന്ന് വാപ്പ മക്കളോട് ചെയ്യേണ്ട ബാധ്യത ഒന്നാമത്തത് ഉമ്മഹു, നല്ല ഉമ്മാനെ തെരഞ്ഞെടുക്കുക, നല്ല മാതാവിനെ തെരഞ്ഞെടുക്കുക, നല്ല ഭാര്യയെ തെരഞ്ഞെടുക്കുക. അതെ, ഞാൻ എൻ്റെ മക്കളോട് ചെയ്യേണ്ട ഒന്നാമത്തെ ബാധ്യത എന്താണെന്നറിയോ? എൻ്റെ മക്കളെ ഗർഭം ധരിക്കാൻ, എൻ്റെ മക്കൾക്ക് അമ്മിഞ്ഞപ്പാല് നൽകാൻ, എൻ്റെ മക്കൾക്ക് ഇസ്ലാമികമായ ഗാർഹികാന്തരീക്ഷം സൃഷ്ടിച്ച് വളർത്താൻ കഴിയുന്ന ധാർമ്മിക ബോധമുള്ള സംസ്കാര സമ്പന്നയായ അള്ളാഹുവിനെ പേടിയുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ തിരിച്ചറിവുള്ള ഒരു ദീനുള്ള പെണ്ണിനെ കല്യാണം കഴിക്കുക എന്നാണെന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മകന് പഠിപ്പിച്ചു കൊടുക്കാൻ. കുടുംബജീവിതത്തിലെ ഏറ്റവും അനിവാര്യ ഘടകം സമാധാനപൂർണമായ കുടുംബജീവിതത്തിന്, അതേ കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്കെത്താൻ അനിവാര്യമായി നമ്മൾ അറിയണം. നമ്മുടെ കുടുംബജീവിതത്തിന്റെ എല്ലാ രസങ്ങളും അനുഭവിക്കണമെങ്കിൽ, എല്ലാ ആഹ്ലാദങ്ങളും ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ, എല്ലാ സമാധാനവും ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ അറിയേണ്ടതുണ്ട്, നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഭാര്യ നല്ല ഭാര്യയാകണം, ദീനുള്ള പെണ്ണാകണം, മതമുള്ള പെണ്ണാകണം, ഇസ്ലാം അറിയുന്ന പെണ്ണാകണം എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ചോദ്യം കേട്ടപ്പോ, ഈ മറുപടി കേട്ടപ്പോ ഈ മകൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയാ, എന്റെ വാപ്പ കല്യാണം കഴിച്ച ആരാന്നറിയോ? എന്റെ വാപ്പ കല്യാണം കഴിച്ചത് അഗ്നിയാരാധകയായ ഒരു പെണ്ണിനെയാണ്. ഇവിടെ വളരെ ഗൗരവത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഒരു കുടുംബത്തിന്റെ ആരംഭം വിവാഹമാണ്. വിവാഹരംഗത്ത് ഇന്ന് ശ്രദ്ധിക്കാത്തൊരു മേഖലയാണ് കല്യാണം കഴിക്കുന്ന പെണ്ണിന് ദീനുണ്ടോ, കല്യാണം കഴിക്കുന്ന പുരുഷന് ദീനുണ്ടോ, അവൻ 5 നേരം നിസ്കരിക്കുന്നവനാണോ, അവൻ നോമ്പെടുക്കുന്നവനാണോ, അവൻ ഇസ്ലാമുമായി ബന്ധമുണ്ടോ, ഖുർആനുമായി ബന്ധമുണ്ടോ എന്നിത്യാദി അന്വേഷണങ്ങളൊന്നും ഇന്ന് നമ്മുടെ സമൂഹത്തിലില്ല. എനിക്ക് തോന്നുന്നത് 4-5 വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി പത്രത്തിൽ വന്നൊരു വാർത്ത, 60 വയസ്സുകാരനായ വാപ്പയും വല്ലിപ്പയും 52 വയസ്സുകാരിയായ വല്യമ്മയും കൂടി ഒരു കൗൺസിലറെ കാണാൻ വേണ്ടി പോവാൻ.
അവർ രണ്ടുപേരും, പാപ്പാന്റെ കയ്യിൽ 4 വയസ്സുള്ള പെൺകുട്ടിയുണ്ട്, ഉമ്മാന്റെ കയ്യിൽ 4 മാസം പ്രായമുള്ള പെൺകുട്ടിയുണ്ട്. രണ്ടുപേരും കൂടി കൗൺസിലറെ കാണാൻ വേണ്ടി ചെല്ലുന്നു. അവിടെ ചെന്ന് അവരോട് സംസാരിക്കാൻ രണ്ടുപേരും കരയുന്നു. രണ്ടുപേരും പറയുന്നു, ഞങ്ങൾക്കൊരു മകളുണ്ടായിരുന്നു, ആ മകളെ നല്ല രൂപത്തിൽ ഞങ്ങൾ വളർത്തി വലുതാക്കി, നല്ല വിദ്യാഭ്യാസം നൽകി, അവൾ ഉന്നതമായ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതിനിടയിൽ ഞങ്ങൾക്കൊരു വിവാഹാലോചന വന്നു. ഗൾഫിലാണ് ജോലി, ഒരു എഞ്ചിനീയറാണ്, ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന ആളാണ്. ഇത് കേട്ടപ്പോ ഞങ്ങൾ വേറൊന്നും ആലോചിച്ചില്ല, ഞങ്ങൾ കല്യാണം ആലോചിച്ചു, ഫിക്സ് ചെയ്തു. അവൻ കുടിക്കുന്നവനാണോ, വ്യഭിചരിക്കുന്നവനാണോ, ദീനുള്ളവനാണോ, ഒന്നും ഞങ്ങൾ നോക്കിയില്ല, ഒന്നും പരിഗണിച്ചില്ല. പെട്ടെന്ന് തന്നെ കല്യാണം ഫിക്സ് ചെയ്തു, കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് 1 കൊല്ലത്തിനിടയിൽ തന്നെ അടിപിടി പ്രശ്നങ്ങൾ 4-5 പ്രാവശ്യം പരിഹരിക്കപ്പെട്ടു. വീണ്ടും അവള് വീട്ടിലേക്ക് വന്നു, പ്രശ്നങ്ങളാണ്. വീണ്ടും 4 കൊല്ലത്തിന് ശേഷം അവര് നന്നായി, വീണ്ടും അവര് കുടുംബജീവിതം നയിച്ചു. കുടുംബജീവിതം നയിച്ച് രണ്ടാമതൊരു കുട്ടി പിറന്നു. അതിനിടയിൽ വീണ്ടും അവര് പ്രശ്നത്തിലായി. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയില്ല, കുടുംബജീവിതത്തിൽ സമാധാനമില്ല. അവസാനം ഞങ്ങളുടെ മകൾ ജീവിതത്തിൽ സ്വസ്ഥതകൾ അനുഭവിക്കാൻ സാധിക്കാതെ ഒരു കയറിൽ ജീവിതത്തിൽ നിരാശ അനുഭവിച്ച് നിഷ്ക്രിയനായി ഞങ്ങളുടെ മകൾ ഒരു കയറിൽ ജീവിതം അവസാനിപ്പിച്ചു. ഇന്നിതാ 2 മക്കളെ ഞങ്ങൾക്ക് നൽകിയാണ് അവൾ ലോകത്തോട് വിടപറഞ്ഞത് എന്ന് കണ്ണീരോടുകൂടി പറയുന്ന ആയിരക്കണക്കിന് പെൺമക്കൾ ജീവിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അറിയേണ്ടതുണ്ട്, ഭർത്താവിനെ സ്വീകരിക്കുമ്പോൾ ദീനുള്ള ഭർത്താവാണോ, മതമുള്ള ഭർത്താവാണോ, വിവാഹരംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്നു എന്നത് ഒരിക്കലും വിവാഹത്തിന്റെ മാനദണ്ഡമല്ല, കുടുംബജീവിതത്തിന്റെ മാനദണ്ഡമല്ല. മറിച്ച് സുഭിക്ഷതയും സമ്പത്തും എത്രയുണ്ടായിരുന്നാലും ആർക്കും വാങ്ങാൻ കഴിയാത്ത ഒന്നാണ് സമാധാനമെന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അതേപോലെ തന്നെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ ദീനുള്ള പെണ്ണാണോ പരിശോധിക്കണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയുന്നു, സഹാബത്തെ, സ്വർണവും വെള്ളിയും ഒന്നും ഇങ്ങനെ കൂമ്പാരമാക്കി കൂട്ടിവെക്കാൻ പാടില്ല. ആയത്തോതി താക്കീത് ചെയ്തു. സ്വഹാബികൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂൽ, സ്വർണവും വെള്ളിയുമല്ലാതെ എന്ത് സമ്പത്താണ് ഞങ്ങൾ സ്വായത്തമാക്കേണ്ടത്, എന്ത് സമ്പത്താണ് ഞങ്ങൾ ശേഖരിച്ചു വെക്കേണ്ടത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറയാ, ഒരു മനുഷ്യൻ ശേഖരിച്ചു വെക്കേണ്ട സമ്പത്ത്, ഖൽബുൻ ഷാക്കിർ, അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന ഹൃദയം, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഹൃദയം ഒരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ടോ എങ്കിൽ അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്താണ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന റബ്ബിന് നന്ദി കാണിക്കുന്ന ഒരു ഹൃദയം. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വലിസാനുൻ ദാകിർ, അള്ളാഹുവിനെ സ്മരിക്കുന്ന നാവ്. അതെ, നിരന്തരമായി തഹ്ലീലുകളും തക്ബീറുകളും തഹ്മീദുകളും നിർഗളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാവ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ടോ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്താണ്. മൂന്നാമത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വമറഅത്തുൻ തുഈനുഹു അലാ അംറിൽ ആഖിറ, പരലോകത്തിന്റെ വിഷയത്തിൽ ആദർശത്തിന്റെ വിഷയത്തിൽ ഭർത്താവിനെ സഹായിക്കുന്ന ഒരു ഭാര്യ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ടോ അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്താണത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സമ്പത്ത് എണ്ണിയപ്പോ റസൂലുള്ള മൂന്നാമത് തന്നെ എന്താ, വമർഅത്തുൻ തുഈനുഹു അലാ അംറിൽ ആഖിറ, പരലോകത്തിന്റെ വിഷയത്തിൽ ഭർത്താവിനെ സഹായിക്കുന്ന ഭാര്യ. എങ്ങനെ? സുബഹിക്ക് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോ ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ വിളിയാളങ്ങൾ ഉയരുമ്പോ ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ, നിസ്കാരത്തിലേക്ക് വരൂ എന്ന് പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കിന്റെ വിളിയാളങ്ങൾ ഉയരുമ്പോ
കിടന്നുറങ്ങുന്ന ഭർത്താവിനെ ചെന്ന് എഴുന്നേൽപ്പിച്ച് പള്ളിയിലേക്ക് പറഞ്ഞേക്കുന്ന ഭാര്യ, അവളാണ് മർഅത്തുൻ സ്വാലിഹ, അവളാണ് ധാർമ്മിക ബോധമുള്ള പെണ്ണ്, അവളാണ് ആദർശത്തിന്റെ വിഷയത്തിൽ ഭർത്താവിനെ സഹായിക്കുന്ന ഭാര്യ. നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുമ്പോ നിര്യാണിക്ക് മുകളിലേക്ക് ഭർത്താവിന്റെ വസ്ത്രം കയറ്റി ഉടുപ്പിക്കുന്ന ഭാര്യയില്ലേ, അവളാണ് ആദർശത്തിന്റെ വിഷയത്തിൽ ഭർത്താവിനെ സഹായിക്കുന്ന ഭാര്യ. അതേ, താടിരോമങ്ങൾ വെച്ച് പൊങ്ങുമ്പോ ചില ഭാര്യമാർക്കത് വിരോധമാണ്, ചില ഭാര്യമാർക്കത് വെറുപ്പാണ്. ആദർശബോധമുള്ള പെണ്ണ് പറയുന്നു, അത് റസൂലിന്റെ സുന്നത്താ, അത് ഹബീബിന്റെ സുന്നത്താ, അത് നിങ്ങൾ വെക്കണമെന്ന് പറയും. അവിടെ നാലേച്ചു, അങ്ങനത്തെ ഒരു ഭാര്യയാണോ നമ്മുടെ കൂടെ ഉള്ളത്? അല്ലേ? നമ്മളെ താടി ദുൽഹിജ്ജ 1 മുതൽ 10 വരെയൊക്കെ പല ആൾക്കാരുടെ താടി ഇങ്ങനെ വളരും. എന്താ? ഒളിഹ്യത്തിന് ചേറിയിരുന്നിട്ടുണ്ട്, മുറിക്കാൻ പറ്റുമോ? അല്ലേ? ഒളിഹ്യത്ത് പോത്തിനടുത്ത് വന്നിട്ട് മൂപ്പരിങ്ങനെ ഷേവിംഗ് മെഷീൻ എടുത്തിട്ട് ഇങ്ങനെ വടിക്കാൻ നോക്കുക, പോയി ഇങ്ങോട്ട് പിടിക്കുക, കൈ പിടിക്കുക, എന്നിട്ട് അവിടെ നിന്നോട്ടെ. അത് റസൂലുള്ളാഹിന്റെ സുന്നത്താ. ഇങ്ങനെ ആദർശബോധമുള്ള ഭാര്യ വീട്ടിനുള്ളിലെ ടെലിവിഷനിൽ നിന്ന് വൃത്തികെട്ട പെണ്ണിന്റെ ചിത്രം കണ്ട് ആസ്വദിക്കുമ്പോ കണ്ണുപൊത്തി കാണല്ലേ ഹറാമെന്ന് പറയുന്ന ഭാര്യ ആണോ? നമ്മളെ നാട്ടിലെ ഭാര്യമാരെ നേരെ തിരിച്ച. നമ്മളൊരു ടിവിയിലൊരു സീരിയലോ സിനിമയോ കാണുകയാണെങ്കിൽ അവര് പറയും, അതൊന്ന് മാറ്റിയേ, നമ്മളതിന്റെ സമയമായിക്കണ്, എന്റെ സീരിയലിന്റെ സമയമായിക്കണ്, നിങ്ങളൊന്ന് മാറ്റിയേ. അല്ലേ? ആലോചിച്ചു, ലോകത്തിന്റെ ഒരു മാറ്റം, ആളുകളുടെ ഒരു മാറ്റം അനിവാര്യമായും അറിയാം. ദീനുള്ളൊരു പെണ്ണ് നമ്മുടെ കുടുംബജീവിതത്തിലുണ്ടോ, നമ്മുടെ ജീവിതത്തിലുണ്ടോ? എങ്കിൽ നമുക്ക് സ്വസ്ഥത ഉണ്ട്, നമുക്ക് സമാധാനമുണ്ട്. ഇതാര് പറഞ്ഞതാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനില്ലേ, അവിടെ സ്വസ്ഥതയില്ല, അവിടെ സമാധാനമില്ല, അവിടെ പ്രയാസമാണ്. അതുകൊണ്ട് അനിവാര്യമായി നമ്മൾ മനസ്സിലാക്കുക, ദീനുള്ളൊരു പെണ്ണാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്, കുടുംബജീവിതത്തിലെ വിജയത്തിന്റെ അടിസ്ഥാന കാരണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം എന്താ വെച്ചാൽ, കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി ഒരു പെണ്ണ് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. ഒരു ഭാര്യ എന്ന നിലയിൽ ഓരോ പെണ്ണും മനസ്സിലാക്കേണ്ടത്, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ സ്വകാര്യ സ്വത്താണ്. എന്നെ അനുഭവിക്കേണ്ടതും ആസ്വദിക്കേണ്ടതും എൻ്റെ ആന്തരികവും ബാഹ്യവുമായ സൗന്ദര്യങ്ങൾ അനുഭവിക്കേണ്ടതും ആസ്വദിക്കേണ്ടതും എൻ്റെ ഭർത്താവ് മാത്രം. ഒരിക്കലും മറ്റുള്ളവർക്ക് എന്നിൽ കയറിയിറങ്ങാനുള്ള സാഹചര്യം, സന്ദർഭങ്ങൾ ഞാൻ സൃഷ്ടിക്കാൻ പാടില്ല എന്ന് ഓരോ പെണ്ണും വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി എന്ത് പറഞ്ഞെന്നറിയോ? ഒരു പെണ്ണിനെ പറ്റി റസൂലുള്ളാഹി പറയാ, ഒരു പെണ്ണ് സുഗന്ധം പൂശി പുറത്തിറങ്ങിയാൽ, ഒരു പെണ്ണ് സുഗന്ധം പൂശി പുറത്തിറങ്ങിയാൽ ആ പെണ്ണിനെ കുറിച്ച് റസൂലുള്ളാഹി പറയാ, ഫഇന്നഹാ സാനിയ, അവള് വ്യഭിചാരിണിയായ പെണ്ണ, അവള് വ്യഭിചാരിണിയായ പെണ്ണ എന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുഗന്ധം പൂശി ഒരു പെണ്ണ് പുറത്തിറങ്ങുമ്പോ അവളെ പറ്റി റസൂലുള്ളാഹി പറയാ, അവള് സഞ്ചരിക്കുന്ന വ്യഭിചാരിണിയ, അവള് സഞ്ചരിക്കുന്ന വ്യഭിചാരിണിയ. മറ്റൊരു ഹദീസിൽ കാണാം, കുല്ലു അയ്യിനുൻ സാനിയ, കുല്ലു അയ്യിനുൻ സാനിയ, ആളുകൾ കാണാൻ വേണ്ടി വസ്ത്രം ധരിക്കുന്ന പെണ്ണ്, നീ വ്യഭിചാരിയായ പെണ്ണ, നീ വ്യഭിചാരിണിയായ പെണ്ണ. ആളുകൾ കാണാൻ വേണ്ടി വസ്ത്രം ധരിക്കുന്ന പെണ്ണിനോട് അള്ളാന്റെ റസൂലുള്ള പറയാ, നീ വ്യഭിചാരിണിയായ പെണ്ണ, നീ മാറുമറക്കാതെ പുറത്തിറങ്ങരുത്, നീ തലമറക്കാതെ പുറത്തിറങ്ങരുത്. നിന്റെ സൗന്ദര്യങ്ങൾ ആസ്വദിക്കേണ്ടത് ഭർത്താവാ, നിന്റെ ആന്തരികമായ സൗന്ദര്യങ്ങൾ, നിന്റെ ബാഹ്യമായ സൗന്ദര്യങ്ങൾ അത് അനുഭവിക്കേണ്ടത് ഭർത്താവാ, അത് ആസ്വദിക്കേണ്ടത് ഭർത്താവാ. അന്യപുരുഷന്റെ മുന്നിലേക്ക് പെണ്ണേ നിന്റെ മാറ് കാണിച്ച് നീ പോകല്ലേ, നിന്റെ തല കാണിച്ച് നീ പോകല്ലേ, നിന്റെ വയറ് കാണിച്ച് നീ പോകല്ലേ. അങ്ങനെ ഒരു പെണ്ണ് പോയാൽ ഹബീബായ റസൂലുള്ളാഹി പറയുന്നു, ഫഇന്നഹാ സാനിയ, അവള് വ്യഭിചാരിണിയായ പെണ്ണ. ആർക്കെങ്കിലും സഹിക്കോ ഈ വാചകം? റസൂലുള്ളാഹി പറയാ, അവള് വ്യഭിചാരിണിയായ പെണ്ണാണെന്ന്. സഹിക്കോ? അതുകൊണ്ട് ഓരോ പെണ്ണും മനസ്സിലാക്കുക, ഓരോ പെണ്ണും മനസ്സിലാക്കുക, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ സ്വകാര്യ സ്വത്താണ്. നിങ്ങൾ നോക്കൂ, ഭാര്യമാർക്ക് നിരന്തരമായ ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കണം. ആ ഉപദേശത്തിന്റെ കുറവുകൾ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല ഭർത്താവാണ്.
ആ ഭർത്താവ് നിരന്തരമായി ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഭാര്യമാർക്കുണ്ടാകുന്ന ന്യൂനതകൾ മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുമായിരുന്നു. ഒരിക്കൽ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ നമ്മളെ പഠിപ്പിക്കാൻ എന്താ പറഞ്ഞെന്നറിയോ? സൈനബ് റളിയല്ലാഹു അൻഹ പറയുന്നു, വഅലനാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ ഞങ്ങളെ ഉപദേശിച്ചു, ഞങ്ങളോടൊരിക്കൽ പ്രസംഗിച്ചു. എന്താ റസൂലുള്ളാഹ് പ്രസംഗിച്ചെന്നറിയോ? റസൂലുള്ളാഹ് പറയാൻ, റഅയ്തുന്നാർ, ഞാൻ നരകം കണ്ടു, വറഅയ്തു അക്സറ അഹ്ലിഹൻ നിസാ, നരകത്തിലെ അധിക പേരും സ്ത്രീകളാണ്. എന്താ പറഞ്ഞത്? ഞാൻ നരകം കണ്ടു, നരകത്തിലെ അധിക പേരും സ്ത്രീകളാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ തന്നെ നമ്മുടെ ഉമ്മ ചോദിച്ചു, അതെന്താ റസൂലേ അധിക സ്ത്രീകളും നരകത്തിലായത് എന്തുകൊണ്ടാ? അപ്പൊ റസൂലുള്ളാഹി പറയാൻ, ലികുഫ്രിഹിന്ന, അവരുടെ നിഷേധം കൊണ്ട്. ഉടനെ തന്നെ ഉമ്മ ചോദിച്ചു, അയകുഫുന്ന ബില്ലാഹ്, അവരല്ലാഹനെ നിഷേധിക്കുന്നവരാണോ? അവര് റബ്ബിനെ നിഷേധിക്കുന്നവരാണോ? അവന്റെ അസ്തിത്വം നിഷേധിക്കുന്നവരാണോ? അവന്റെ അസ്മാഉ വസിഫാത്തുകൾ നിഷേധിക്കുന്നവരാണോ? ഹബീബായ റസൂലുള്ളാഹി പറയുന്നു, അല്ല അല്ല, അവര് നിഷേധിക്കുന്നത് യക്ഫുന്നൽ അശീറ വൽ ഇഹ്സാൻ, അവരവരുടെ ഭർത്താവിനെ നിഷേധിക്കുന്നവരാ, അവര് നന്മകൾ നിഷേധിക്കുന്നവരാ. അധിക പെണ്ണും നരകത്തിലെത്താനുള്ള കാരണമെന്താ? അവളുടെ ഭർത്താവിനെ നിഷേധിക്കുന്നത് കൊണ്ടാ, അവള് നന്മകൾ നിഷേധിക്കുന്നത് കൊണ്ടാ എന്ന് റസൂലുള്ളാഹി. എന്തുകൊണ്ടാ അധിക പെണ്ണും നരകത്തിൽ? ഭർത്താവിനെ നിഷേധിക്കുന്നത് കൊണ്ട്, നന്മകൾ നിഷേധിക്കുന്നത് കൊണ്ട്. അതെങ്ങനെയാ നന്മകൾ നിഷേധിക്കുക? എങ്ങനെയാ ഭർത്താവിനെ നിഷേധിക്കുക? അത് റസൂലുള്ളാഹി പഠിപ്പിച്ചിരുന്നു. ലൗ അഹ്സൻത ഇലാ ഇഹ്ദാഹുന്ന ദഹ്റ, നീ നിന്റെ ഭാര്യയ്ക്ക് ഒരു കൊല്ലം മുഴുവനും നന്മ ചെയ്യുന്നു, സുമ്മ റഅതു മിൻക ശൈആ, പിന്നെ നിന്നിൽ നിന്ന് വല്ല ന്യൂനതയും കണ്ടാൽ നിന്റെ ഭാര്യ പറയും, മാ റഅയ്തു മിൻക ഖൈറൻ ഖത്വാ, ജീവിതത്തിൽ ഇന്നുവരെ ഒരു നന്മയും നിങ്ങൾ ചെയ്തു തന്നിട്ടില്ല, കാലാകാലവും നിന്റെ ഭാര്യയ്ക്ക് നീ നന്മ ചെയ്യുന്നു, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ന്യൂനത കണ്ടാൽ നിന്റെ പ്രാണപ്രേയസി നിന്നോട് പറയുന്നു, ജീവിതത്തിൽ ഇന്നുവരെ ഒരു നന്മയും നിങ്ങൾ ചെയ്തിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ സാധാരണ സ്ത്രീകൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ആഗ്രഹമാണ്, ഇപ്പൊ പെരുന്നാൾ വരികയാണല്ലോ, നല്ലൊരു മോഡൽ പർദ്ദ ഇറങ്ങിയാൽ പറയും, എനിക്ക് ആ മോഡൽ പർദ്ദ ഒന്ന് വേണം, എനിക്ക് ആ മോഡൽ സാരി ഒന്ന് വേണം. സാധാരണ ഒരു പെണ്ണിന്റെ അഭിലാഷങ്ങളിൽപ്പെട്ട ഒരു അഭിലാഷമാണ്. ഒരു ദിവസം ഭർത്താവിനോട് പറഞ്ഞു എനിക്കത് വേണം, വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ല. 4-5 പ്രാവശ്യം പറഞ്ഞു, അതും പറ്റിയില്ല. പിറ്റേ നമ്മളോട് പറയും, ഇന്ന് വാങ്ങിത്തരാതെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ സംഭവം പ്രശ്നം ഇവിടെ വേറെ ഉണ്ടാവും അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്ത്, ആയിക്കോട്ടെ ഞാൻ ഇന്ന് വാങ്ങി വരാൻ നമ്മൾ പറയും. അന്ന് നമ്മളെ വരവും കാത്ത് നമ്മുടെ ഭാര്യയെ കാത്തിരിക്കാൻ കുറെ നേരം കാത്തിരുന്ന് നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറഞ്ഞു, സലാക്ക മടക്കി, അല്ല ഞാനിങ്ങനെ ഒരു സാധനം നിങ്ങളോട് വാങ്ങാൻ പറഞ്ഞിരുന്നു, വാങ്ങിയിട്ടുണ്ടാവൂലേ? ആ എന്ത് സാധനം? അല്ല ഞാൻ നിങ്ങളൊരു പർദ്ദ വാങ്ങാൻ. പർദ്ദ ഇല്ലല്ലോ, ഇന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങനെ മൂപ്പർ ഇങ്ങനെ, അല്ല ഞാൻ പറഞ്ഞില്ലല്ലോ. ആ പർദ്ദല്ലേ, അത് സംഭവം എന്ന് വെച്ചാൽ മോളെ ഇന്ന് വാങ്ങാൻ പറ്റിയില്ല, രാവിലെ ജോലിക്ക് കയറിയാൻ 1 മിനിറ്റ് ഒഴിവില്ലാതെ ജോലിയിലായിരുന്നു, വൈകുന്നേരം വളരെ ക്ഷീണിച്ചിട്ടാണ്, അതുകൊണ്ട് ഒരു ഭക്ഷണവും കൂടെ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഇന്ന് വാങ്ങാൻ പറ്റില്ല, നാളെ വാങ്ങിത്തരാം. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അവരുടെ 2 മുഖം കൊണ്ട് തേനീച്ച കുത്തിയാൽ ഇങ്ങനെ ഉരുണ്ട് വന്നിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങളെ കൂടെ ഞാൻ എത്ര കൊല്ലായി ജീവിക്കുന്നു? 10-25 കൊല്ലായില്ലേ, ഇന്നുവരെ ഒരു നൂലിന്റെ കഷ്ണം എനിക്ക് വാങ്ങി തന്നിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്. ഇത് പറയാൻ വിട്ട ഡ്രസ്സ് വരെ മൂപ്പര് വാങ്ങിക്കൊടുത്ത. എന്നിട്ടാ പറയാ, എന്ത് ഒരു നൂലിന്റെ കഷ്ണം ഇന്ന് വരെ വാങ്ങി തന്നിട്ടുണ്ടോ? അതാ റസൂലുള്ളാഹി പറഞ്ഞത്, ലൗ അഹ്സൻത ഇലാ ഇഹ്ദാഹുന്ന ദഹ്റ, കാലം മുഴുവനും നിന്റെ ഭാര്യക്ക് നീ നന്മ ചെയ്താലും, സുമ്മ റഅതു മിൻക ശൈആ, പിന്നെ നിന്നിൽ നിന്ന് വല്ല ന്യൂനതയും കണ്ടാൽ ആ പെണ്ണ് നിന്നോട് പറയുന്ന വാചകമെന്താ? മാ റഅയ്തു മിൻക ഖൈറൻ ഖത്വാ, ജീവിതത്തിൽ ഇന്നുവരെ ഒരു നന്മയും ചെയ്തു തന്നിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ,
എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ നിഷേധത്തിന്റെ വാക്കുകൾ നമ്മൾ പറയരുത്, ഈ കുഫറിന്റെ വാക്കുകൾ നമ്മൾ പറയരുത്, ഈ കുഫറിന്റെ വാചകങ്ങൾ നമ്മൾ പറയരുത്. നമ്മൾ സൂക്ഷിക്കണം, ഒരു നല്ല ഭാര്യയാകണം, ഭർത്താവിനെ സേവിക്കുന്ന ഭാര്യയാകണം, ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യയാകണം, ഭർത്താവിനെ ആദരിക്കുന്ന ഭാര്യയാകണം, ഭർത്താവിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഭാര്യ. ഹബീബുനാ വസയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഒരു പെണ്ണെ, നിനക്ക് സ്വർഗത്തിൽ പോകണോ, നിനക്ക് ലോകത്തിന്റെ തമ്പുരാന്റെ സ്വർഗത്തിൽ പോകണോ, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ, ഒരു പെണ്ണ് 5 നേരം നിസ്കരിക്കുന്നു, വസാമത്ത് ശഹ്റഹാ, അവൾ 1 മാസം വ്രതമനുഷ്ഠിക്കുന്നു, വഹഫിലത്ത് ഫർജഹാ, അവൾ അവളുടെ ജനനേന്ദ്രിയം സംരക്ഷിക്കുന്നു, വഅതാഅത്ത് സൗജഹാ, അവൾ അവളുടെ ഭർത്താവിനെ അനുസരിക്കുന്നു. ഈ 4 കാര്യം ഒരു പെണ്ണിലുണ്ട് എങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, 5 നേരം നിസ്കരിക്കുന്ന ഒരു പെണ്ണ്, തന്റെ ജനനേന്ദ്രിയം സംരക്ഷിക്കുന്ന ഒരു പെണ്ണ്, ഭർത്താവിനെ അനുസരിക്കുന്ന ഒരു പെണ്ണ്, 1 മാസം നോമ്പെടുക്കുന്ന പെണ്ണ്, പെണ്ണ്, നിന്നോട് അല്ലാഹു പറയുന്നു, ഫദ്ഖുലിൽ ജന്നത റബ്ബിഹാ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളും ഇവർക്ക് മുമ്പിൽ തുറന്നു വിട്ടുകൊണ്ട് പറയുകയാ, നിനക്ക് ഇഷ്ടമുള്ളതിലൂടെ നീ പ്രവേശിച്ചോ, ഏത് കവാടത്തിലൂടെയും പ്രവേശിക്കാം. പക്ഷേ മുന്നിലൊരു മാനദണ്ഡമുണ്ട്. 5 നേരം നിസ്കരിക്കുന്ന പെണ്ണാകണം, നോമ്പെടുക്കുന്ന പെണ്ണാകണം, ജനനേന്ദ്രിയം സംരക്ഷിക്കുന്ന പെണ്ണാകണം. വഅതാഅത്ത് സൗജഹാ, വഅതാഅത്ത് സൗജഹാ, ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണാകണം. എവിടേക്ക് ഇറങ്ങിപ്പോവുകയാണെങ്കിലും ഭർത്താവിന്റെ അനുവാദമില്ലാതെ പോകാൻ പാടില്ല, ഭർത്താവിന് ഇഷ്ടമില്ലാത്തത് ചെയ്യാൻ പാടില്ല, ഭർത്താവിന് ഇഷ്ടമില്ലാത്തടത്തേക്ക് പോകാൻ പാടില്ല, ഭർത്താവിന് ഇഷ്ടമില്ലാത്തതിലേക്ക് നോക്കാൻ പാടില്ല, ഭർത്താവിന് ഇഷ്ടമില്ലാത്തത് പറയാൻ പാടില്ല. ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുന്ന, ഏത് രഹസ്യങ്ങളും തിരിച്ചറിയുന്ന, ഭർത്താവിന്റെ താങ്ങായി, ഭർത്താവിന് തണലായി, ഭർത്താവിന് സമാധാനമായി, ഭർത്താവിന് കുളിരായി, ഭർത്താവിന് കൺകുളിർമയായി മാറുന്ന പെണ്ണാണോ, പെണ്ണെ, നിന്നെ കുറിച്ചാ റസൂലുള്ളാഹി പറഞ്ഞത്, ദഖലത്തിൽ ജന്നത റബ്ബിഹാ, അവൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കൊള്ളുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. എന്റെ സഹോദരിമാരെ, ഈ കൂട്ടത്തിൽ പെടാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വീണ്ടും റസൂലുള്ളാഹി പറയുന്നു, ഭർത്താവിനെ ധിക്കരിച്ച പെണ്ണിനോട് റസൂലുള്ളാഹി പറയുന്നു, അല്ലാഹു നിന്റെ നിസ്കാരം സ്വീകരിക്കുന്നതല്ല. ഭർത്താവിനെ ധിക്കരിച്ചു പോയെങ്കിൽ, ഭർത്താവിനോട് അനിഷ്ടക്കേട് കാണിച്ചുവെങ്കിൽ, ഭർത്താവിനെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ, ഭർത്താവിനെ ആദരിച്ചിട്ടില്ല എങ്കിൽ, ഭർത്താവിനെ സേവിച്ചിട്ടില്ല എങ്കിൽ, ഭർത്താവിനെ ബഹുമാനിച്ചിട്ടില്ല എങ്കിൽ, ഭർത്താവിനെ നീ നിഷേധിക്കുകയാണെങ്കിൽ, ഭർത്താവിനെ നീ പരിഗണിച്ചിട്ടില്ല എങ്കിൽ, ഹബീബായ റസൂലുള്ളാഹി പറയുന്നു, നിന്റെ നിസ്കാരം റബ്ബിന് വേണ്ട, നിന്റെ നോമ്പ് റബ്ബിന് വേണ്ട, നിന്റെ ഹജ്ജ് റബ്ബിന് വേണ്ട, നിന്റെ ഉംറ റബ്ബിന് വേണ്ട, നീ പുണ്യമായി ചെയ്യുന്ന എന്തുണ്ടോ അതൊന്നും റബ്ബിന് വേണ്ട. ഗൗരവമാണ്, ഗൗരവമാണ് അല്ലേ? അവളാലോചിച്ചു, ഈ വിഷയം പല ഭാര്യമാർക്കും അറിയില്ല. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത്, ഒരു ഭാര്യ എന്ന നിലയിൽ അനിവാര്യമായി മനസ്സിലാക്കേണ്ട ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സൃഷ്ടികളുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഒരു പെണ്ണിനോട് തൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ പഠിപ്പിച്ചപ്പോൾ, ഈ ഹദീസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം ഒരു ഭർത്താവിൻ്റെ പ്രാധാന്യവും
ഒരു ഭർത്താവിന് നമ്മൾ നൽകേണ്ട പരിഗണനയും ഈ ഹദീസിൽ നിന്ന് തന്നെ വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഭർത്താവിന് സമാധാനമായി, ഭർത്താവിന് സാന്ത്വനമായി, ഭർത്താവിന് താങ്ങായി, ഭർത്താവിന് തണലായി മാറാൻ ഓരോ ഭാര്യക്കും സാധിക്കേണ്ടതുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒരു പെണ്ണ് ഭർത്താവിന്റെ തൃപ്തിയോടുകൂടിയാണ് മരിച്ചു പോകുന്നതെങ്കിൽ ആ പെണ്ണ് സ്വർഗത്തിലാണ്. ഭർത്താവിന്റെ തൃപ്തിയില്ലാതെയാണ് മരിച്ചു പോകുന്നതെങ്കിൽ എന്താണ് ആ പെണ്ണിന്റെ സ്ഥിതി? അതുകൊണ്ട് ഭർത്താവിന്റെ തൃപ്തി നേടാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം ഒരു പെണ്ണ് മനസ്സിലാക്കുകയും അറിഞ്ഞിരിക്കുകയും ചെയ്യൽ അനിവാര്യമാണ്. ചുരുക്കി വരാൻ ഇനി ഭർത്താക്കന്മാര് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. പലപ്പോഴും ഭർത്താക്കന്മാരെന്ന് പറയുമ്പോൾ നേരത്തിന് ഭക്ഷണം റെഡിയാക്കണം, ഇല്ലെങ്കിൽ അവിടെ പ്രശ്നം. ഒരു ഗൗരവ ഭാവത്തിലാണ് പലപ്പോഴും ഭർത്താവിനെ ആളുകൾ ഭാവനയിൽ കൊണ്ടുവരാറുള്ളത്. ചാരുകസേലയിരുന്ന് സമയാസമയത്തിന് പറയുന്ന ഭക്ഷണങ്ങൾ കൊണ്ടുവരിക, ഒരു കൽപ്പനാസ്വരം. ശരിക്കും അങ്ങനെയല്ല. ശരിക്കും കുടുംബജീവിതത്തിൽ ഒരു ഭർത്താവ് എന്ന നിലയിൽ ഇസ്ലാമിലെ ഭർത്താവിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇസ്ലാമിലെ ഭർത്താവ് എന്ന നിലയിൽ ആ ഭർത്താവ് ഭാര്യയെ പരിഗണിക്കുന്നവനായിരിക്കണം. ഭാര്യയോട് സഹകരിക്കുകയും ഭാര്യയെ സ്നേഹിക്കുകയും ഭാര്യയ്ക്ക് ആവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഭർത്താവ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നീ ഭക്ഷിക്കുകയാണെങ്കിൽ അവളെ ഭക്ഷിപ്പിക്കണം, നീ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ അവളെ ധരിപ്പിക്കണം, അവൾക്ക് ആവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം അറിയും? അടുക്കളയിൽ വരെ അവരെ നമ്മൾ സഹകരിക്കണം. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല ഭർത്താവാണ്, ഏറ്റവും നല്ല ഭർത്താവ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യക്ക് മാവ് കയക്കാറുണ്ടായിരുന്നു എന്നാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് മാവ് കുഴച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ മാവൊക്കെ കുഴച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാവ് കുഴക്കാൻ ഉപയോഗിച്ച വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കി മുടി ഇങ്ങനെ ചെയ്യുകയാണ്. അപ്പോ ആയിഷ ബീവി ചോദിച്ചു, എങ്ങോട്ടാണ് മൊഞ്ചനായിട്ട് പോകുന്നത്? എങ്ങോട്ടാണ് ഇങ്ങനെ മുടിയൊക്കെ വാർന്നിട്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ള പറയാ, ആയിഷ, ജനങ്ങൾക്കിടയിലൊക്കെ ഒന്ന് ഇറങ്ങി ചെല്ലുമ്പോ സൗന്ദര്യവും ഭംഗിയൊക്കെ കൂട്ടിയിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങൾ നോക്ക്, അടുക്കളയിൽ ഭർത്താവ് ഭാര്യയെ സഹായിക്കുന്നു. ഏത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അറേബ്യൻ ഉപഭൂഖണ്ഡത്തിന്റെ രാജാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സാമ്രാജ്യത്വത്തിന്റെ അധിപൻ, ആ അധിപൻ ഭാര്യയുടെ അടുക്കളയിൽ സഹകരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക, വലിയ പ്രയാസങ്ങളൊന്നുമില്ല, വലിയ ജോലികളൊന്നുമില്ല, സമയമുണ്ട്, നമ്മൾ സഹകരിക്കണം, നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, എല്ലാത്തിലും അവരുമായി പങ്കുചേരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവിടെയാണ് കുടുംബം വിജയിക്കുക എന്ന് മനസ്സിലായി. പിന്നെ നോക്ക്, ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ക്ഷമയില്ലാത്തവരാണ് ഭൂരിഭാഗം ഭർത്താക്കന്മാർ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തല്ലുക, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പ്രശ്നം ഉണ്ടാക്കുക. പല കുടുംബത്തിലെയും പ്രശ്നങ്ങൾ ഇതാണ്. ഇപ്പോ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയൊരു കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രശ്നത്തിൽ ഇടപെട്ടപ്പോൾ ഭാര്യ പറയാണ്, ഇയാൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എന്നെ പിന്നെ നുള്ളും, അതേപോലെ തന്നെ ഹാമർ എടുത്തിട്ട് തലക്കടിക്കും, പിന്നെ കാലുകൊണ്ട് ചവിട്ടും, കിടന്നുകൊണ്ടിരിക്കുമ്പോൾ ബെഡിൽ നിന്ന് താഴേക്ക് തള്ളിയിടും. ഇതൊക്കെ ഒരു ഭർത്താവ് ഭാര്യന് ചെയ്യണം. എൻ്റെ ആ പെൺകുട്ടി കരയാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? 10 കൊല്ലം ഇയാളുടെ കൂടെ ഞാൻ ജീവിക്കുന്നു, 4 മാസം വളരെ സ്വസ്ഥമായ ജീവിതം. അതിനുശേഷം ഓരോ ദിവസവും എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ ഇയാൾ വന്നിട്ട് എന്നെ തല്ലും, എന്റെ മുഖത്തടിക്കും. ഒരു ദിവസം എന്റെ മുഖത്തടിച്ചിട്ട് എന്റെ ചുണ്ട് തടിച്ചു വന്നു. എന്റെ വീട്ടിൽ നിന്ന് ആളുകൾ ചോദിച്ചു, ഇതെന്താ പറ്റിയേ? അപ്പൊ ഞാൻ എന്റെ ഉമ്മാനോട് ഉപ്പാനോട് പറഞ്ഞു, ഞാൻ വീണിട്ട് ഞാൻ കാല് തടഞ്ഞു വീണ് അങ്ങനെ എന്റെ പിന്നെ ചുണ്ട് നിലത്തിടിച്ചിട്ടാണ് ഇങ്ങനെ പറ്റിയത്. ഞാൻ എന്റെ ഭർത്താവിന് വേണ്ടി കളവ് പറഞ്ഞു, എന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ ഇന്ന് വരെ കളവ് പറഞ്ഞു. എനിക്ക് സഹിക്കാൻ പറ്റൂല, എനിക്ക് ഈ ജീവിതം എനിക്ക് വേണ്ട. നിങ്ങൾ നോക്കൂ, ഒരു പെൺകുട്ടി കരയാണ് സഹോദരങ്ങളെ. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ആളുകളെ മനസ്സിലാക്കുന്നറിയോ? ആളുകളെ മുമ്പിലൊക്കെ വെച്ചിട്ട് ഉമ്മാന്റെ മുമ്പിൽ വെച്ച് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഓൻ വെറും പിന്നെ പെണ്ണിന്റെ പിന്നാലെ നടക്കുന്നവനാ എന്ന് പറയും. അതുകൊണ്ട് ഒന്നങ്ങോട്ട് കൊടുക്കട്ടെ. അങ്ങനെ ചില വിദ്വാന്മാരുണ്ട് നമ്മുടെ നാട്ടില്. പെങ്ങന്മാരെ മുമ്പിൽ വെച്ചിട്ട് ഒന്നങ്ങോട്ട് കൊടുക്കുക, ആ ഓലക്കൊന്ന് കാണട്ടെ, ഞാൻ വെറും പെണ്ണിന്റെ പിന്നാലെ നടക്കുന്നവനല്ല എന്ന് ഓലക്കൊന്ന് മനസ്സിലാക്കട്ടെ എന്ന ചില ഒരു വിദ്വാന്മാര് നമ്മുടെ നാട്ടിലുണ്ട്. ഇത് മാറണം. ഭാര്യ എന്ന് പറഞ്ഞ ആരാ?
ഭാര്യയെ വിവാഹം ചെയ്തുകൊണ്ട് വരുമ്പോ തമാശല്ല, മീസാക്കൻ ഖലീല, ശക്തമായ കരാറ്, ശക്തമായ പാശം, അതാണ് നമ്മളെ ഏൽപ്പിച്ചത്. ആ കരാറിലൂടെയാണ് ആ പെൺകുട്ടിയെ നമ്മൾ ഏറ്റെടുത്തത്. ആ പെൺകുട്ടിയെ പരിഗണിക്കേണ്ട രൂപത്തിൽ നമ്മൾ പരിഗണിക്കണം, സ്നേഹിക്കേണ്ട രൂപത്തിൽ നമ്മൾ സ്നേഹിക്കണം. നിങ്ങൾ നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ നേരിട്ടാലും ആ റസൂലുള്ള ക്ഷമിക്കുന്ന എത്ര എത്ര രംഗങ്ങളുള്ളതെന്നറിയോ? ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഇരിക്കുന്ന സമയത്താണ് തൊട്ടപ്പുറത്തെ റൂമിൽ നിന്ന് കാരക്കയുമായിട്ട് വരുന്നത്. കാരക്കയുമായി വന്നിട്ട് റസൂലുള്ളാഹിന്റെ പിന്നെ മുന്നിലേക്ക് നീട്ടിക്കൊടുത്തു. റസൂലുള്ള ഇങ്ങനെ കാരക്ക എടുക്കുന്ന സമയത്ത് ആയിഷ ബീവി ഒരൊറ്റ തട്ടിട്ട് കൊടുത്തു. കാരക്കയുടെ പാത്രം നിലത്ത് വീണുടഞ്ഞു. കാരക്ക 4 ഭാഗത്തേക്കും ചിന്നിച്ചതറി. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളാണ് എന്താ ചെയ്യുക? നമ്മൾ പറയും ഒരറ്റി അടി അങ്ങോട്ട് കൊടുക്കും, പിന്നെ ഓളെ കൈ പൊന്തൂല എന്നാ നമ്മൾ പറയാം. എന്നാ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് സ്വീകരിച്ചത്? റസൂലുള്ള പുഞ്ചിരിച്ചു, മുട്ടുകുത്തി ഇരുന്നിട്ട് അകത്തുനിന്ന് പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു. പാത്രം കൊണ്ടുവന്നിട്ട് വീണ് കിടക്കുന്ന ആ ഈത്തപ്പഴങ്ങൾ മുഴുവനും എടുത്തു വെച്ചു. ഇത് കണ്ടപ്പോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ കണ്ണിന്ന് കണ്ണീര് വന്നു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കരഞ്ഞു. റസൂലുള്ളാഹിന്റെ കാൽമുട്ട് പിടിച്ചിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ, എനിക്ക് പുറത്തു തരണം, എനിക്ക് മാപ്പ് തരണം റസൂലേ, എനിക്ക് പുറത്തു തരണം റസൂലേ. അവിവേകം കൊണ്ട് ചെയ്തു പോയതാ. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്, ലോകത്തുള്ള മുഴുവൻ ഭർത്താക്കന്മാരും ഹൃദയാന്തരാളങ്ങളിൽ പച്ചയായി എഴുതി വെക്കേണ്ട വാക്കുകളാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ, ഞാനല്ലാതെ ആര് നിനക്ക് മാപ്പ് തരും? ഞാനല്ലാതെ മാപ്പ് തരാൻ മറ്റാരുണ്ട് ആയിഷ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താക്കന്മാരെ, രാവിലെ അടുക്കളയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ നമ്മുടെ ഉമ്മ ചിലപ്പോ ചീത്ത പറഞ്ഞെന്ന് വരാം, നമ്മുടെ പെങ്ങന്മാര് ചീത്ത പറഞ്ഞെന്ന് വരാം, പരിഹസിച്ചെന്ന് വരാം, അപഹസിച്ചെന്ന് വരാം. വൈകുന്നേരം നമ്മുടെ റൂമിലേക്ക് കയറി വരുമ്പോ ത്യാഗങ്ങൾ അനുഭവിച്ചുകൊണ്ട്, പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ് അവർ നമ്മുടെ അടുക്കലേക്ക് വരുന്നത്. ക്ഷീണിച്ച് അവശരായിട്ടാണ് വരുന്നത്. ആ സമയത്ത് അവരെ ഒന്ന് പരിഗണിക്കാൻ, അവരെ ഒന്ന് സ്നേഹിക്കാൻ, അവരെ ഒന്ന് തലോടാൻ, അവർക്കൊന്ന് സമാധാനം കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതം വിജയിക്കൂല. അത് മനസ്സിലായിക്കൂല. കുടുംബ ജീവിതം വിജയിക്കൂല. ഞാനൊരു യാത്രയിൽ ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ കൂടെ ഒരു തങ്ങൾ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഒരു സുഹൃത്തുണ്ട്. ഓൻ എൻ്റെ കൂടെ വാഹനത്തിൽ കയറി എന്നോട് പറഞ്ഞു, എൻ്റെ വീട്ടുകാർക്കൊക്കെ എന്നെ ഒരു പുച്ഛമാണ്. ഞാൻ ചോദിച്ചു, അതെന്താ സുഹൃത്തെ നിന്നെ അങ്ങനെ, എന്തുകൊണ്ടാണ് അവരൊക്കെ എന്നെ പുച്ഛിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഓൻ പറയാൻ, ശരിക്കും എന്നെ പറ്റി പറയാ, ഓനൊരു വെറും പെണ്ണുങ്ങളെ പിന്നാലെ നടക്കുന്നവനാ, വെറും ഭാര്യ പറഞ്ഞ് കേൾക്കുന്നവനാ എന്ന് പറഞ്ഞിട്ട് ഓൻ എന്നോട് പരാതി പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ ഓൻ പറഞ്ഞെന്താ അറിയാം, ശരിക്കും പ്രശ്നം എന്താ വെച്ചാൽ, ശരിക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ, പിന്നെ ഇവന്റെ ഭാര്യ ആ വീട്ടിൽ കഷ്ടപ്പെടാന്ന് മാത്രമല്ല, ഓരോ പ്രശ്നങ്ങൾക്കും ഉപ്പയും ഉമ്മയും ഇങ്ങനെ ഈ ഭാര്യയെ വല്ലാതെ ചീത്ത പറയും. അപ്പൊ വൈകുന്നേരം ഇവൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോ ഇവന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഇവനും ഈ ഭാര്യനോട് ചീത്ത പറയും. ഇതൊക്കെ കേട്ടിട്ട് ഇവള് ആകെ കരഞ്ഞ് 1 മാസത്തോളം ഇവന്റെ ഭാര്യ മെലിഞ്ഞൊട്ടി ആകെ ഒരു കോലത്തിലായി. അപ്പൊ ഇവ എന്നോട് പറയാൻ, ഇവൾ എന്നോട് ഒരു ദിവസം പറഞ്ഞു, കക, ഞാൻ രാവിലെ അടുക്കളയ്ക്ക് ചെല്ലുന്നത് മുതൽ തുടങ്ങാൻ ചീത്ത കേൾക്കല്, പരിഹാസം, അപഹാസം എല്ലാം ഞാൻ കേൾക്കാൻ ഒരു പരിഗണന നിങ്ങൾ ഉമ്മാന്റെ അടുത്തുനിന്നോ ഉപ്പാന്റെ അടുത്തുനിന്നോ കുടുംബക്കാരുടെ അടുത്തുനിന്നോ കിട്ടുന്നില്ല. എന്നാൽ രാത്രി നിങ്ങളെടുത്ത് വന്നാൽ ഒരു നല്ല വാക്ക്, ഒരു നല്ല സംസാരം, ഒരു നല്ല സമീപനം ഉണ്ടാകുന്ന ഞാൻ വിചാരിക്കല്. പക്ഷെ നിങ്ങളെടുത്തുനിന്ന് അത് കിട്ടാതായപ്പോ ഞാൻ ഇങ്ങനെ ശുഷ്കിച്ചു പോയി. അവസാനം അവൻ പറഞ്ഞു, ചില രാത്രികളിൽ ഞാൻ അവളോട് പറയും, നിന്റെ വിഷമങ്ങളൊക്കെ നീ എന്നോട് തുറന്നു പറഞ്ഞു. ഇവളെന്ത് ചെയ്യുന്നറിയോ, എല്ലാം ഒച്ചത്തിൽ ഇങ്ങനെ ഇവനോട് പറയും. ഇത് പറയുന്നത് കേൾക്കുമ്പോൾ പുറത്തുള്ള ആളുകൾ എന്താ വിചാരിക്കുന്നറിയോ, ശരിക്കും ഇവൻ വെറും ഭാര്യനെ പേടിക്കുന്ന ഒരാളാണ്. എന്തറിയോ, അത് പ്രശ്നം പരിഹരിക്കാൻ. നിങ്ങൾ നോക്കൂ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഒരാൾ വരികയാണ്. എന്തിനാണെന്നറിയോ, ഭാര്യയുടെ പരാതി പറയാൻ. അവിടെ വന്നപ്പോണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര ഭാര്യ ഇങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സംസാരിക്കണം ഒച്ചത്തിൽ. ഈ സംസാരം കേട്ടിട്ട് ഇയാൾ എന്താ ചെയ്യുന്നതെന്നറിയോ, ഇയാൾ തിരിച്ചു പോകുന്ന സമയത്ത് വിളിക്കാൻ, അല്ല നിങ്ങൾ ആരാ, നിങ്ങളിപ്പോ ഇവിടെ വന്ന് സലാം പറഞ്ഞ ആളല്ലേ, എന്തേ പോന്നു, ഇങ്ങോട്ട് വരിയെന്ന് പറഞ്ഞു. അല്ല, ഞാൻ വന്നെന്താ വെച്ചാല് എന്റെ ഭാര്യനെ പറ്റി പരാതി പറയാൻ വന്നതാണ്. നിങ്ങളെ ഭാര്യ നിങ്ങളോട് സംസാരിക്കുന്ന കേട്ടോടുകൂടി ഞാനത് അവസാനിപ്പിച്ച് ഞാൻ തിരിച്ചു പോകാൻ നിന്നതാ. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്റെ ഭാര്യ ഒച്ചത്തിൽ സംസാരിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്തത്? അപ്പൊ ഇയാൾ പറയാം, നിങ്ങൾ മിണ്ടാതിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സൈക്കോളജിയാണത്. ഭാര്യമാർ ചില സമയത്ത് ചൂടാകും, ചില സമയത്ത് ചില കാര്യങ്ങളൊക്കെ പറയും. ആ സമയത്ത് എന്താ അറിയാം, മിണ്ടാതിരിക്കുക. അത്
കുടുംബ ജീവിതത്തിലെ വിജയത്തിന് ഏറ്റവും അനിവാര്യമായി നമ്മൾ സ്വീകരിക്കേണ്ട ഒരു സമീപനാണത്. ചില കാര്യങ്ങൾ നമ്മൾ മിണ്ടാതിരിക്കേണ്ടി വരും. ചില കാര്യങ്ങൾക്ക് പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് വമ്പിച്ച പ്രശ്നമായിരിക്കും. നിങ്ങൾ നോക്കൂ, ഒരു സ്വഹാബി പറയാണ് ഭാര്യനോട്, എന്താ പറയുന്നത് അറിയോ? ഞാൻ ചൂടാകുമ്പോൾ എന്നെ നീ തണുപ്പിക്കണം, ഞാൻ ചൂടാകുന്ന സമയത്ത് എന്ത് ചെയ്യണം? എന്നെ നീ സമാധാനിപ്പിച്ച് തണുപ്പിക്കണം. എന്നാൽ നീ ചൂടാകുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും? ഞാൻ നിന്നെ തണുപ്പിച്ചോളാം. രണ്ടുപേരും ചൂടായി കഴിഞ്ഞാലോ അവിടെ വെട്ടും കത്തിയൊക്കെ ഉണ്ടാകും, വമ്പിച്ച പ്രശ്നമായിരിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ഭർത്താവ് ഏറ്റവും നന്നായി ക്ഷമിക്കുന്നവനാകണം, ഭാര്യയുടെ വിഷയത്തിൽ സഹിക്കുന്നവനാകണം. അവസാനിപ്പിക്കാണ് സഹോദരങ്ങളെ, ഫൈസൽ മൗലവി എത്തിയിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറയട്ടെ. കുടുംബ ജീവിതത്തിൽ അനിവാര്യമായി മനസ്സിലാക്കുന്ന മറ്റൊരു വിഷയം എന്താ വെച്ചാൽ, ഒരു കുട്ടി ഉണ്ടായാൽ നമുക്കറിയാം പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, പലപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ 6 മാസം മുതൽ 3 വയസ്സിനിടയിലുള്ള സമയം, ഈ സമയമാണ് ഒരു കുട്ടിയെ ഏറ്റവും നന്നായി നമ്മൾ കെയർ ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം വെച്ചാൽ ആ സമയത്താണ് കുട്ടിയുടെ തലച്ചോറിലുള്ള ന്യൂറോണുകൾ, ഇത് ചേരുന്ന സ്ഥലത്തിനാണ് സിനാപ്സുകൾ എന്ന് പറയാം. ഈ കോടിക്കണക്കിന് സിനാപ്സുകൾ ഉണ്ടാകുന്ന സമയമാണ് 6 മാസത്തിന്റെയും 3 വയസ്സിന്റെ ഇടയിലുള്ള സമയം. ആ സമയത്ത് കുട്ടി എന്ത് കേൾക്കുന്നു, ആ സമയത്ത് കുട്ടി എന്തിനെ സാക്ഷ്യം വഹിക്കുന്നു, ആ സമയത്ത് കുട്ടി എന്ത് കാണുന്നു, അതാണ് ഭാവിയിലെ കുട്ടി. അതുകൊണ്ട് ആ സമയത്ത് കുട്ടി നല്ലതേ കാണാൻ പറ്റൂ, ആ സമയത്ത് കുട്ടി നല്ലതേ കേൾക്കാവൂ, ആ സമയത്ത് കുട്ടി നല്ലതേ പറയാവൂ, നല്ലതിനെ സാക്ഷ്യം വഹിക്കാൻ പാടുള്ളൂ. എങ്കിലേ നമ്മുടെ കുട്ടി നല്ല കുട്ടിയായി മാറുള്ളൂ. ശരിക്കും ഇങ്ങോട്ട് നോക്ക്, കളവ് പറയാൻ വരെ പഠിപ്പിക്കുന്ന ആരാ? നമ്മളാണ്. കുട്ടികളെ കളവ് പറയാൻ വരെ പഠിപ്പിക്കുന്ന ആരാ? നമ്മളാ. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം, പലപ്പോഴും ഞാൻ പറഞ്ഞായിരിക്കും. ഒരു വീട്ടിലൊരു ക്ലോക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീടിങ്ങനെ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ ഉമ്മ മാറാല തട്ടുന്നതിൻ്റെ ഇടയിൽ വീട്ടിലുള്ള ക്ലോക്ക് എന്ത് ചെയ്തു? അറിയാതെ തട്ടി വീണ് പൊട്ടി. ഇത് ചെറിയ കുട്ടി കണ്ടു. കുട്ടി കണ്ടാൽ എന്താ പറയും? ഉമ്മ, മോനെ ഉപ്പച്ചി വന്നാൽ പറയരുത് കേട്ടോ, ഇവിടെ ബദറു ഉഹുദു ഹന്തൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് എൻ്റെ കുട്ടി പറയരുത് കേട്ടോ. അപ്പോൾ പറയും, എന്നാ ഉമ്മച്ചി ഞാൻ പറയില്ല. മോനെ, ഉമ്മച്ചി ഒരു ഐസ്ക്രീം വാങ്ങിത്തരും. ആയിക്കോട്ടെ ഉമ്മച്ചി, ആയിക്കോട്ടെ, ഐസ്ക്രീം വന്നാൽ മതി അല്ലേ? അങ്ങനെ ഇവനെ സോപ്പിട്ടു. 4 ദിവസം കഴിഞ്ഞാൽ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇവൻ പൊരിഞ്ഞ ക്രിക്കറ്റാ, ഒരൊറ്റ 6 ടിവിന്റെ ചില്ലത അവിടെ പൊട്ടി വീഴുന്നു. ഇത് കാണൽ ഉമ്മാക്കുണ്ട് ഹാലളകാൻ. ഉമ്മ മറ്റേ ചൂലും തിരിച്ചെടുത്താ വരുന്നത് അല്ലേ? ഇവനെ അടിക്കാൻ പിന്നാലെ വരും, ഇവനുണ്ട് കിട്ടുന്നത്, ഇവൻ ഓടതാ ഓട്ടം അല്ലെ? അവസാനം ഉമ്മ ദേഷ്യം വന്നിട്ട് പറയും, എൻ്റെ വാപ്പ ഇങ്ങോട്ട് വരട്ടെ, 4-5 അടിയാ എന്നെ കൊള്ളിക്കും എന്നൊക്കെ പറഞ്ഞ് ഉമ്മ ചൂടാകാൻ. അവസാനം ഇവ ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് നിങ്ങൾ പറയൂലേ എന്നാലേ ക്ലോക്ക്. ശരിക്കും മക്കളെ കള്ളം പറയാൻ പഠിപ്പിക്കുന്ന ആരാ? നമ്മളാ. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അതേ പറഞ്ഞത്, ഇതൊരു MP-ന്റോ MLA-ന്റോ വാഗ്ദാനമല്ല, പടച്ചതമ്പുരാന്റെ വാഗ്ദാനം. ഖൈറുൽ കലാമി കലാമുല്ലാഹ്, സംസാരങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സംസാരം പടച്ചോന്റെ സംസാരമാണ്. ആ പടച്ചോനാ പറഞ്ഞത്, അള്ളാന്റെ ഖുർആനും സുന്നത്തും അനുസരിച്ച് നിങ്ങൾ ജീവിക്കാണോ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും, സ്വസ്ഥത ഉണ്ടാവും. അതുകൊണ്ട് സഹോദരങ്ങളെ, കുടുംബജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും വിശുദ്ധ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പരിവർത്തനം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. 5 നേരവും പടച്ചോനോട് പറയാ, റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, ദീന് പഠിപ്പിക്കുക, ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിക്കുക. അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.